ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ ജനിച്ചതെന്ന്? 1896. ആഗമാനന്ദ സ്വാമികൾ ജനിച്ചതെന്നാണ്? 1896. ആഗമാനന്ദ സ്വാമികൾ മരിച്ചതെന്നാണ്? 1961. ആഗമാനന്ദ സ്വാമികൾ മരിച്ചത് 1961. ആഗമാനന്ദ സ്വാമികൾ ജനിച്ച സ്ഥലം ഏതാണ്? കൊല്ലത്തുള്ള ചവറയിലാണ്. ആഗമാനന്ദ സ്വാമികൾ ജനിച്ച സ്ഥലമാണ് കൊല്ലം ചവറ. ആഗമാനന്ദ സ്വാമികളുടെ ആദ്യകാല നാമം എന്തായിരുന്നു? കൃഷ്ണൻ നമ്പ്യാതിരി. ആഗമാനന്ദ സ്വാമികളുടെ ആദ്യകാല നാമമായിരുന്നു കൃഷ്ണൻ നമ്പ്യാതിരി. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? ആഗമാനന്ദ സ്വാമികൾ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രധാന നേതാവായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരിലുള്ള പുതുക്കാട്ടിലാണ്. ആഗമാനന്ദ സ്വാമികൾ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് തൃശ്ശൂരുള്ള പുതുക്കാട്ടിലാണ്. ആഗമാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? കാലടിയിൽ. 1936. ആഗമാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് കാലടിയിലാണ്. 1936. ആലുവയിൽ ശ്രീനാരായണ ഗുരുവാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. കാലടിയിൽ ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചതാരെ? ആഗമാനന്ദ സ്വാമികൾ. കാലടിയിൽ ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഏതാണ്? വിഷ്ണു പുരാണം. ആഗമാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വിഷ്ണു പുരാണം. ആഗമാനന്ദ സ്വാമികളുടെ മാഗസിനുകൾ ഏതെല്ലാമാണ്? പ്രബുദ്ധ കേരളം, അമൃതവാണി. ആഗമാനന്ദ സ്വാമികളുടെ മാഗസിനുകളാണ് പ്രബുദ്ധ കേരളവും അമൃതവാണിയും. ആഗമാനന്ദ സ്വാമികളുടെ പ്രസംഗ ശേഖരം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? വീരവാണി. ആഗമാനന്ദ സ്വാമികളുടെ പ്രസംഗ ശേഖരം അറിയപ്പെടുന്നത് വീരവാണി എന്ന പേരിലാണ്. ആഗമാനന്ദ സ്വാമികളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ആൻസേഴ്സ് അതിൽ നോട്ട് ചെയ്യുക. ആഗമാനന്ദ സ്വാമികൾ ജനിച്ച വർഷം? ആഗമാനന്ദ സ്വാമികൾ മരിച്ച വർഷം? ആഗമാനന്ദ സ്വാമികൾ ജനിച്ച സ്ഥലം ഏതാണ്? ആഗമാനന്ദ സ്വാമികളുടെ ആദ്യകാല നാമം എന്തായിരുന്നു? കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കേരളത്തിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? ആഗമാനന്ദ സ്വാമികൾ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആഗമാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? കാലടിയിൽ ബ്രഹ്മാനന്ദോദയം സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഏതാണ്? ആഗമാനന്ദ സ്വാമികളുടെ മാഗസിനുകൾ ഏതെല്ലാമാണ്? ആഗമാനന്ദ സ്വാമികളുടെ പ്രസംഗ ശേഖരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ആൻസർ കീ നമുക്ക് ചെക്ക് ചെയ്യാം. ആഗമാനന്ദ സ്വാമികൾ ജനിച്ച വർഷം? 1896. ആഗമാനന്ദ സ്വാമികൾ മരിച്ച വർഷമാണ് 1961.
ആഗമാനന്ദ സ്വാമികൾ ജനിച്ച സ്ഥലം ഏതാണ്? കൊല്ലത്തുള്ള ചവറയിലാണ്. ആഗമാനന്ദ സ്വാമികളുടെ ആദ്യകാല നാമമായിരുന്നു കൃഷ്ണൻ നമ്പ്യാതിരി. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിൽ ശ്രീരാമകൃഷ്ണ മിഷന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരിലുള്ള പുതുക്കാട്ടിലാണ്. ആഗമാനന്ദ സ്വാമികളുടെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമം എവിടെയാണ് സ്ഥാപിച്ചത്? കാലടിയിൽ. കാലടിയിൽ ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വിഷ്ണു പുരാണം. ആഗമാനന്ദ സ്വാമികളുടെ മാഗസിനുകൾ ഏതെല്ലാമാണ്? പ്രബുദ്ധ കേരളവും അമൃതവാണിയും. ആഗമാനന്ദൻ്റെ പ്രസംഗശേഖരം അറിയപ്പെടുന്നത് വീരവാണി എന്ന പേരിലാണ്. സോ ഫ്രണ്ട്സ്, മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഈ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക്